വയനാട് മക്കിമലയിൽ കുഴിബോംബ് കണ്ടെത്തിയ പ്രദേശത്ത് ATS സംഘം പരിശോധന നടത്തുകയാണിപ്പോൾ. ബോംബ് സ്ക്വാഡ് സ്ഥലത്തെത്തി. സുർജിത്ത് അയ്യപ്പ തയ്യാറാക്കിയ റിപ്പോർട്ട് വയനാട്ടിൽ നിന്ന്. ഞാനിപ്പോൾ നിൽക്കുന്ന പ്രദേശം എന്ന് പറയുന്നത് കൊടക്കാട് എന്ന് പറയുന്ന പ്രദേശമാണ്. തലപ്പുഴ മക്കിമല ഭാഗത്താണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ നിൽക്കുന്നതിൻ്റെ ഏതാണ്ട് 200 മീറ്റർ മാത്രം അകത്താണ്. വനമേഖലയാണ്. വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ഫെൻസിങ്ങിനടുത്താണ് ഇന്നലെ രാവിലെ 11 മണിയോടുകൂടി ചില അസാധാരണ വസ്തുക്കൾ ശ്രദ്ധയിൽപ്പെട്ടത്. അത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അതുവഴി റോന്തു ചുറ്റുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു കുഴി പോലെ കണ്ടെത്തിയത്. അത് ചാക്കിൽ കുഴിച്ചിട്ട നിലയിലായിരുന്നു. ഇതേ തുടർന്ന് സ്ഫോടക വസ്തുക്കളെന്ന് സംശയം തോന്നി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തണ്ടർബോൾട്ടിനെയും ഒപ്പം തന്നെ പോലീസ് സംഘത്തെയും വിവരം അറിയിച്ചു. അവർ ഇവിടെ എത്തി പരിശോധിച്ചപ്പോഴാണ് ഇത് ബോംബ് തന്നെയാണ് എന്ന് വ്യക്തമായത്. IED എന്ന് പറയുന്ന സംവിധാനമാണ്. അതായത് അകലെ നിന്ന് പോലും നിയന്ത്രിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ബോംബാണ് ഇതെന്നുള്ള സ്ഥിരീകരണം ഉണ്ടായി. ഇതിൻ്റെ പിന്നാലെ ഇവിടേക്ക് കൂടുതൽ പോലീസ് സംഘമെത്തി സൂക്ഷ്മമായ രീതിയിലുള്ള പരിശോധന നടത്തി. മാവോയിസ്റ്റുകളുള്ള മേഖലയാണ്. ഇവിടെ അടിക്കടി വന്നു പോകുന്ന പ്രദേശമാണ് ഈ മക്കിമല, കമ്പമല ഉൾപ്പെടെയുള്ള മേഖല. ഈ മേഖലയിൽ മാത്രം, അതായത് തലപ്പുഴ മേഖലയിൽ മാത്രം ഒരു വർഷത്തിനിടെ 3 തവണയാണ് പോലീസും അതോടൊപ്പം തന്നെ മാവോയിസ്റ്റുകളും തമ്മിൽ ഏറ്റുമുട്ടൽ നടന്നിട്ടുള്ളത്. നേരത്തെ ഈ ആറളത്തെ ഏറ്റുമുട്ടലിൽ കവിത എന്നുള്ള മാവോയിസ്റ്റ് സ്ത്രീ കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ അതിന് പകരം ചോദിക്കുന്നത് ഉൾപ്പെടെയുള്ള പോസ്റ്ററുകൾ തിരുനെല്ലി മേഖലയിൽ ഉൾപ്പെടെ ഒട്ടിച്ചിരുന്നു. അതിൽ പറഞ്ഞത് രക്തത്തിന് രക്തകടം കൊണ്ട് വീട്ടും എന്നുള്ള അത്തരത്തിലുള്ള പോസ്റ്ററുകളാണ് ഉണ്ടായിരുന്നത്. ഭീഷണി ഉയർത്തുന്ന തരത്തിലുള്ള പോസ്റ്ററുകളാണ് ഉണ്ടായത്. ഇതിനുശേഷം മാവോയിസ്റ്റുകൾ ഇവിടേക്ക് വീണ്ടും എത്തിയത് തെരഞ്ഞെടുപ്പിൻ്റെ കൊട്ടിക്കലാശത്തിൻ്റെ തലേ ദിവസമാണ്. അവർ കമ്പമലയിലെത്തിയതിൻ്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതാണ്. മാവോയിസ്റ്റുകൾ തന്നെയാണ് ഇത് ചെയ്തതെന്നുള്ള തരത്തിലുള്ള സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തിയിട്ടുണ്ട്. കാരണം നീളമുള്ള വയർ, അതായത് അത്യാവശ്യം വലിയ നീളമുള്ള വയർ അകലെ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാവുന്ന വിധത്തിലുള്ള സ്ഫോടക വസ്തുക്കളാണ് കണ്ടെത്തിയത്. ഇപ്പോൾ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് രാവിലെ തന്നെ എത്തി. അതോടൊപ്പം തന്നെ തണ്ടർബോൾട്ടിൻ്റെ കൂടുതൽ സംവിധാനങ്ങൾ എത്തിയിട്ടുണ്ട്. മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരും ഇതുവഴി വരുന്നുണ്ട്. എന്തായാലും അവരുടെ നേതൃത്വത്തിൽ കൃത്യമായ രീതിയിലുള്ള പരിശോധന, അന്വേഷണം ഇത് തുടരുകയാണ്. കബനി ദളത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന മാവോയിസ്റ്റുകളുള്ള മേഖലയാണ് ഇത്. അതായത് ഇവിടെ നിന്ന് എളുപ്പത്തിൽ കർണാടകയിലേക്കും അതോടൊപ്പം തന്നെ ഈ ആറളം ഭാഗത്തേക്ക്, കണ്ണൂർ ജില്ലയുടെ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ആറളം ഭാഗത്തേക്കും എല്ലാം തന്നെ പോകാവുന്ന വഴിയാണ്. ഈ വഴി മാവോയിസ്റ്റുകൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇത് സുരക്ഷിത താവളം എന്നുള്ള തരത്തിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ബോംബ് സ്ഥാപിക്കൽ ഉൾപ്പെടെ നടപടിയിലേക്ക് കടന്നത് എന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന പ്രദേശത്ത് തണ്ടർബോൾട്ട് സംഘം അകത്തേക്ക് ആരെയും കടത്തിവിടുന്നില്ല. അവിടെ സൂക്ഷ്മമായ രീതിയിലുള്ള പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു സുർജിത്ത് അയ്യപ്പ.